BMW കാറിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് അത് ഞാൻ ചെയ്യില്ല, അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഉണ്ണിക്കടന് 6 പാക്ക് വേണ്ട, പക്ഷെ നിങ്ങൾക്ക് 6 പാക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. 6 പാക്ക് വിസിബിൾ ആവണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സ്റ്റൊമക് ഏരിയയിലുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലെവൽ കുറവായിരിക്കണം. ഇപ്പൊ മെയിൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 15% ബോഡി ഫാറ്റിൽ നമുക്ക് ആപ്സ് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോ നല്ല ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള സൂപ്പർ ആപ്സ് കാണണമെങ്കിൽ നമ്മൾ ഒരു ബിലോ 10% ബോഡി ഫാറ്റ് പോകേണ്ടി വരും. ഇനി ഫീമെയിൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 20-25 റേഞ്ചിലാണ് ആപ്സ് കുറച്ചൊക്കെ വിസിബിൾ ആയി വരുന്നത്. ഒരു ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു 6 പാക്ക് വേണമെങ്കിൽ ഫീമെയിൽസ് ഒരു 15-18% ബോഡി ഫാറ്റ് റേഞ്ചിൽ നിൽക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെ എന്താ ഇങ്ങനെ ഒരു വേർതിരിവെന്ന്. കാരണം ഫീമെയിൽസിന് എസെൻഷ്യൽ ഫാറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു അറൌണ്ട് 10% ബോഡി ഫാറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പോലും ഫീമെയിൽസിന് ആപ്സ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് ഫാക്ടർ നമ്മുടെ ജെനറ്റിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടുള്ള പല ആൾക്കാർക്കും ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന പല ഏരിയാസിലായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ടിപ്പിക്കൽ മല്ലു അമ്മാവൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഫാറ്റും എന്താ പറഞ്ഞാൽ അറൌണ്ട് ദി സ്റ്റൊമക്ക് ആയിരിക്കും. അതായത് സ്കിന്നിയർ ആംസ് ഒക്കെ ആയിരിക്കും. അതായത് മസിൽസ് ഒന്നും വലുതായിട്ട് കാണില്ല, പക്ഷേ അറൌണ്ട് ദി സ്റ്റൊമക്ക് ഒരു ഹ്യൂജ് ബെല്ലി ആയിരിക്കും. ഇനി ഫീമെയിൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ ഒരു മെജോറിറ്റി ഫാറ്റും അവരുടെ ഹിപ്പ് ആൻഡ് തൈ ഏരിയയിലായിരിക്കും. മേ ബി എന്താ പറയുക സ്റ്റൊമക്ക് ഒക്കെ കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷേ എന്താ പറയുക ഹിപ്പ് ആൻഡ് തൈ ഭയങ്കര ഫാറ്റ് കൂടുതലായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സ് ആർ മെയ്ഡ് ഇൻ ദി കിച്ചൺ. നമുക്ക് എത്രയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കോർ ഉണ്ടെന്ന് പറഞ്ഞാലും ആപ്പ് മസിൽസ് കാണണമെങ്കിൽ നമ്മുടെ വയറിന്റെ ചുറ്റുമുള്ള ഫാറ്റ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി വരും. അതല്ലാണ്ട് ഒരു മാർഗവും ഇല്ല. പിന്നെ പല ആൾക്കാരിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോഡി ഫാറ്റ് കുറവാണെങ്കിലും ആപ്സ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക് ആയിട്ടുള്ള കോറ് കാരണമാണ്. അത് നമ്മൾ ആപ്സിന് ട്രെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ആപ്സിന് പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റെക്ടസ് അബ്ഡോമിനൽസും ഒബ്ലീക്സും എല്ലാം എന്താ പറഞ്ഞാൽ ലൈക്ക് തിക്കർ ആവും. അപ്പൊ ഡീപ്പർ കട്ട്സ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ കുറെ കൂടി അത് പ്രൊജക്ട് ചെയ്ത് നമുക്ക് ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറഞ്ഞു വരുമ്പോൾ നല്ല ക്ലിയർലി ഡിഫൈൻഡ് സൂപ്പർ ആപ്സ് കിട്ടും. ഈവൻ ഒരു റിലേറ്റീവ്ലി ഹയർ ബോഡി ഫാറ്റ് പെർസെന്റേജിൽ വരെ ആപ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.